അഴിമതിയില്ലെന്നും നീതി മാത്രമേ നടപ്പിലാകൂ എന്നും ജനങ്ങൾക്ക് ബോധ്യമാവണം. അപ്പോഴാണ് എല്ലാവരും നമ്മുടെ ഭരണകൂടത്തെ അനുകൂലിക്കുകയുള്ളൂ. പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അപ്പോൾ ഈ വയനാട്ടിൽ മരണമടഞ്ഞ എല്ലാവരുടെയും ആത്മാക്കളോടും അവരുടെ ബന്ധുക്കളോടും എല്ലാവരോടും ഭരണകൂടത്തിൻ്റെയും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാനൊരു ക്ഷമാപണം ഞാൻ നടത്തുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മരിച്ചവരുടെ ഒരു ആളുടെ മൃതദേഹത്തിന് 75,000 രൂപ മുടക്കെന്ന് പറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ടാണ് എൻ്റെ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞത്. ഒരാൾക്ക് 75,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർപ്പാപ്പയെ വിളിച്ചൊരു കുർബാനയും കൂടെ നടത്തിയിട്ട് നമുക്കൊരു ബോഡി അടക്കം ചെയ്യാനുള്ള ഒരു തുകയാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഒരു റാൻഡമായിട്ട് കുറേ കുഴി ഒരു പുക്കിളും JCB വന്നിട്ട് എടുക്കുന്നു, എന്നിട്ട് ഓരോരുത്തരെയായിട്ട് അടക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് വെച്ചേക്കണം, 2 റീത്ത് വെച്ചേക്കണം. ഞങ്ങളോട് പറഞ്ഞ 2 റീത്ത് വെച്ചേക്കണത് പാർട്സുകൾ കിട്ടിയതും ഒരു റീത്ത് വെച്ചേക്കണ ആൾ മരണമടഞ്ഞ ആൾക്കാരുടെ ബോഡി കിട്ടുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സർക്കാരെ സത്യം പറഞ്ഞാൽ നാണമാവാണ്. എന്തിനാണ് നിങ്ങൾ ഈ മരിച്ചവരോട് പോലും ഒരു ഇതില്ലാണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു പരിപാടി കാണിക്കുന്നത്? വളരെ മോശമായിപ്പോൾ ഇതൊന്ന് പറയാമെന്നാണ്. പിന്നെ സന്നദ്ധ പ്രവർത്തകർ, ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ സന്നദ്ധ പ്രവർത്തകരോ ഇത്ര രൂപ വേണം, ഇത്ര കോടി വേണം, ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും അവിടെ അല്ലെങ്കിൽ ഒരു സംഘടന അവിടെ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ 2 ദിവസം വയനാട്ടിൽ തങ്ങിയ ആളാണ്. സർക്കാരെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പിപ്പാര എടുത്ത് ഇനി ഒന്ന് കക്കാൻ പോകുമായിരിക്കും ഇതിനേക്കാളും ഒക്കെ ബെറ്റർ. എനിക്ക് ആകെപ്പാടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പിരിച്ച് കുറച്ച് കാശ് കിട്ടിയത് ഞാൻ നേരെ അവിടുത്തെ ആ പള്ളിയിൽ തന്നെ കൊണ്ടേ കൊടുത്തു. ആ ഒരു ആശ്വാസം മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഇതൊന്ന് പറയാമെന്നാണ്.